Hi, I am Hanna Navrin. I am a PG student. I am taking zoology as my subject. Our chapter is Locomotion and Movement, Part 1. Animals and plants exhibit a variety of movements. Some of the movements result in the change of place or location. Such voluntary movements are called locomotion. Walking, running, climbing, flying, swimming are the all some of form of locomotory movements. നമ്മളെ അനിമൽസും പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, വൈഡ് റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൊക്കോമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് മൂവ്മെന്റിൽ നമ്മുടെ പ്ലേസോ ലൊക്കേഷൻ എന്തെങ്കിലും ചേഞ്ച് വരുന്നതിനാണ് നമ്മൾ ലൊക്കോമോഷൻ എന്ന് പറയുന്നത്. പിന്നെ അവരെന്താന്ന് വെച്ചാല് വോളണ്ടറി മൂവ്മെന്റ്സ് ആയിരിക്കും. പിന്നെ റണ്ണിങ്, ക്ലൈംബിങ്, ഫ്ലൈയിങ്, സ്വിമ്മിങ് ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്. അപ്പൊ ലൊക്കോമോഷൻ എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ ലൊക്കേഷനിൽ നിന്ന് നിന്ന പ്ലേസിൽ നിന്നോ ചേഞ്ച് വരുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആണ് പറയാനുള്ളത്. The cell of the human exhibit three main types of movement, namely amoeboid, ciliary and muscular. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മൂവ്മെന്റ്സ് 3 ടൈപ്സ് മൂവ്മെന്റ്സ് ആണുള്ളത്. അമീബോയിഡ് മൂവ്മെന്റ് ഉണ്ട്, സീലിയറി, പിന്നെ മസ്കുലാർ മൂവ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ അമീബോയിഡ് മൂവ്മെന്റ് പറയുന്നത്. അമീബോയിഡ് മൂവ്മെന്റ്സ് ആണത് സം സ്പെഷ്യലൈസ്ഡ് സെൽ ഇൻ അവർ ബോഡി ലൈക്ക് മാക്രോഫേജസ് ആൻഡ് ലൂക്കോസൈറ്റ് ഇൻ ബ്ലഡ് എക്സിബിറ്റ് അമീബോയിഡ് മൂവ്മെന്റ്. അമീബോയിഡ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്രോഫേജും അതുപോലെ തന്നെ ലൂക്കോസൈറ്റ്, നമ്മുടെ ബോഡിയിലുള്ള മാക്രോഫേജും ലൂക്കോസൈറ്റിന്റെയും മൂവ്മെന്റിനെയാണ് നമ്മൾ അമീബോയിഡ് മൂവ്മെന്റ് എന്നാണത്. നെക്സ്റ്റ് മൂവ്മെന്റ് ആണ് സീലിയറി മൂവ്മെന്റ്. ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഒക്കർ ഇൻ മോസ്റ്റ് ഓഫ് അവർ ഇന്റേണൽ ട്യൂബുലാർ ഓർഗൻസ് വിച്ച് ആർ ലൈൻഡ് ബൈ ദ സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഈ മൂവ്മെന്റിൽ എങ്ങനെയാന്ന് വെച്ചാല് നമ്മളെ ട്യൂബുലാർ ഓർഗൻസിലൊക്കെയാണ് ഈ മൂവ്മെന്റ് ഉണ്ടാവുക. സീലിയേറ്റഡ് എപ്പിത്തീലിയം വെച്ചിട്ടായിരിക്കും അവിടെ അവർ എപ്പിത്തീലിയം വെച്ചിട്ടുണ്ടായിരിക്കുക. The coordinated movements of the cilia in the trachea help us in the removal of the dust particles and some of the foreign substance inhaled along with the atmospheric air. ഈ മൂവ്മെന്റിൽ എന്താ വെച്ചാല് നമ്മുടെ ട്രക്കിയയിലൊക്കെയാണ് ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ഉണ്ടാവുക. നമ്മൾ സീലിയസ് വെച്ചിട്ടുണ്ടാവുന്ന മൂവ്മെന്റ്സ്. ട്രക്കിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിലൊക്കെ നമ്മൾ ഇൻഹെയിൽ ചെയ്ത എയറിന് ഡസ്റ്റ് പാർട്ടിക്കിൾസിന് അതുപോലെ തന്നെ ഫോറിൻ സബ്സ്റ്റൻസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ആണ് സീലിയറി മൂവ്മെന്റ്സ്. ഇവിടെ സീലിയാസ് വെച്ചിട്ടായിരിക്കും ഇവിടുത്തെ മൂവ്മെന്റ് ഉണ്ടാവുക. നെക്സ്റ്റ് മൂവ്മെന്റ് ആണ് മസ്കുലാർ മൂവ്മെന്റ്. The movement of our limb, jaws, tongue, etc. require the muscular movement. The contractile property of the muscles are effectively used for the locomotion. നമ്മളെ മൂവ്മെന്റ്സ് ആണ് മസ്കുലാർ മൂവ്മെന്റ് ആണിത്. മീൻസ് അവർ ലിംബ്, ജോസ്, ടങ് ഇവരുടെ മൂവ്മെന്റ് ഒക്കെയാണ് മസ്കുലാർ മൂവ്മെന്റ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാല് നമ്മളെ മസിൽസിന് എന്തുണ്ടായിരിക്കും, ഒരു കോൺട്രാക്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും ഇവിടെ ലൊക്കോമോഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് 3 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആണ് പറഞ്ഞത്. അമീബോയിഡ് മൂവ്മെന്റ് ഉണ്ട്, സീലിയറി മൂവ്മെന്റ് ഉണ്ട്, മസ്കുലാർ മൂവ്മെന്റ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് മസിൽസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. മസിൽസ് about 40 to 50% of the body weight of the human adult is contributed by the muscles. നമ്മളെ ബോഡിയിൽ 40 to 50% ഓഫ് നമ്മളെ ബോഡി വെയിറ്റ് ആണത് മസിൽസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. They have special properties like excitability, contractibility, എക്സ്റ്റെൻസിബിലിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. നമ്മളെ മസിൽസിന് ഒരുപാട് 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. എക്സൈറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, പിന്നെ കോൺട്രാക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, പിന്നെ എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ടായിരിക്കും, പിന്നെ ഇലാസ്റ്റിക് പോലെ ആയിരിക്കും നമ്മളെ മസിൽസ്. അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് മസിൽസിന് ഉണ്ടാവുക. പിന്നെ ബേസ്ഡ് ഓൺ ദയർ ലൊക്കേഷൻ 3 ടൈപ്സ് ഓഫ് മസിൽസ് ആർ ഐഡന്റിഫൈഡ്. നമ്മുടെ മസിൽസ് തന്നെ 3 ടൈപ്സ് ഓഫ് മസിൽസ് ആണുള്ളത്. അതിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ മസിൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് മസിൽസ് ആണുള്ളത്. സ്കെൽറ്റൽ മസിൽ ഉണ്ട്, വിസറൽ മസിൽസ് ഉണ്ട്, കാർഡിയക് മസിൽസ് ഉണ്ട്. അപ്പൊ മസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ 40 to 50% ഓഫ് നമ്മളെ ബോഡി വെയിറ്റ് ആണ് മസിൽസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ മസിൽസിന്റെ ഒരു 4 പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്: എക്സൈറ്റബിലിറ്റി, കോൺട്രാക്ടിബിലിറ്റി, എക്സ്റ്റെൻസിബിലിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. പിന്നെ നമ്മൾ മസിൽസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സ്കെൽറ്റൽ, വിസറൽ ആൻഡ് കാർഡിയക്. ഇതിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് നമ്മൾക്ക് ഈ 3 മസിൽസിനെ പറ്റിയിട്ടാണ് ബ്രീഫ് ചെയ്യേണ്ടത്. ഫസ്റ്റ് മസിലാണ് സ്കെൽറ്റൽ മസിൽ. are closely associated with the skeletal component of the body. ഈ സ്കെൽറ്റൽ മസിൽസ് അവർ എവിടെ ലൊക്കേറ്റ് ചെയ്താന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിലെ സ്കെൽറ്റനേറ്റ് മീൻസ് നമ്മളെ ബോൺസിനേറ്റ് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ മസിൽസ് ഉണ്ടാവുക. ആൻഡ് ദേ ഹാവ് സ്ട്രിപ്ഡ് അപ്പിയറൻസ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്, ഹെൻസ് ദേ ആർ കോൾഡ് സ്ട്രിപ്ഡ് മസിൽസ്. സ്ട്രൈറ്റഡ് മസിൽസ്. മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രിപ്നെസ് കാണാം, സ്ട്രിപ്ഡ് ആയിട്ടുള്ള അപ്പിയറൻസ് കാണാം. അതുകൊണ്ട് നമുക്ക് ഈ സ്കെൽറ്റൽ മസിൽസിനെ നമുക്ക് എന്തും പറയാം, സ്ട്രൈറ്റഡ് മസിൽസ് എന്നും പറയാം. Their activities are under the voluntary control of the nervous system and they are known as voluntary muscles. ഇനി സ്കെൽറ്റൽ മസിൽസിന്റെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റത്തിന്റെ വോളണ്ടറി കൺട്രോൾ വെച്ചിട്ടായിരിക്കും. നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, വോളണ്ടറി ആണ്.
അപ്പൊ നമുക്ക് എന്തും പറയാം, വോളണ്ടറി മസിൽ എന്നും പറയാം. സ്കെൽറ്റൽ മസിലിനാണ് നമ്മളെ ബോണിനായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ബോണിന് തൊട്ടിപ്പുറത്തുണ്ടാവണ അതിന് ചുറ്റും കിടക്കുന്ന മസിൽസ് ഏതാണോ അതാണ് സ്കെൽറ്റൽ മസിൽസ്. മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രൈറ്റഡ് അപ്പിയറൻസ് കാണാം. അതുകൊണ്ട് നമുക്ക് സ്കെൽറ്റൽ മസിൽസിന് എന്തും പറയാം, സ്ട്രൈറ്റഡ് മസിൽസ് എന്നും പറയാം. പിന്നെ നമുക്ക് ഇതിനെ വോളണ്ടറി മെക്കാനിക്സ് ആയ കാരണം തന്നെ നെർവസ് സിസ്റ്റത്തിൽ വോളണ്ടറി കൺട്രോൾ വെച്ചിട്ട് മൂവ് ചെയ്യണ കാരണം തന്നെ നമുക്ക് ഇതിനെ എന്തും പറയാം, വോളണ്ടറി മസിൽ എന്നും പറയാം. ഈ നെക്സ്റ്റ് മസിലാണ് വിസറൽ മസിൽ. വിസറൽ മസിൽ എന്ന് പറയുമ്പോൾ ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ദി ഹോളോ വിസറൽ ഓർഗൻ ഓഫ് ദി ബോഡി ലൈക്ക് അലിമെന്ററി കനാൽ, റിപ്രൊഡക്റ്റീവ് ട്രാക്ട് എക്സെട്ര. വിസറൽ മസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബോണായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടല്ല, ഇവരെങ്ങനെ വെച്ചാൽ നമ്മളെ വിസറൽ ഓർഗൻസ് ഓഫ് ദി ബോഡി, നമ്മളെ ഓർഗൻസ്, നമ്മളെ ബോഡിയത്തെ ഒരുപാട് ഓർഗൻസ് ഉണ്ടാവും. ലൈക്ക് അലിമെന്ററി കനാൽ, റിപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഒരുപാട് ഓർഗൻസ് ഉണ്ടായിരിക്കും. ഈ ഓർഗൻസിനെ ഏറ്റവും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന മസിൽസ് ആണ് വിസറൽ മസിൽ. ദേ ഡു നോട്ട് എക്സിബിറ്റ് എനി സ്ട്രൈറ്റഡ് ആൻഡ് ആർ സ്മൂത്ത് ഇൻ അപ്പിയറൻസ്. നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രൈറ്റഡ് അപ്പിയറൻസ് ഒന്നും കാണുണ്ടാവില്ല മൈക്രോസ്കോപ്പിൽ. അതുകൊണ്ട് നമുക്ക് ഇവരെ എന്ത് പറയാം, സ്മൂത്ത് മസിൽസ് എന്ന് പറയാം. ഹെൻസ് ദേ ആർ കോൾഡ് സ്മൂത്ത് മസിൽസ്. നമ്മൾ പറഞ്ഞല്ലോ, മറ്റേ സ്ട്രൈറ്റഡ് ആയ കാരണം നമുക്ക് സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് പറയാം. ഇവിടെ അങ്ങനത്തെ അപ്പിയറൻസ് ഒന്നും ഇല്ലാത്ത കാരണം തന്നെ നമുക്ക് വിസറൽ മസിലിനെ സ്മൂത്ത് മസിൽ എന്നും പറയാം. Their activities are not under the control of the voluntary control of the nervous system and are therefore known as involuntary muscle. ഇനി ഇവരെ ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെ വോളണ്ടറി കൺട്രോൾ വെച്ചിട്ടല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തും പറയാം, ഇൻവോളണ്ടറി മസിൽ എന്നും പറയാം. സെക്കൻഡ് മസിലാണ് വിസറൽ മസിൽ. ഇതെങ്ങനെയാ വെച്ചാല് നമ്മള് വിസറൽ ഓർഗനായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഏതൊക്കെയാണ് വിസറൽ ഓർഗൻസ് എന്ന് പറയാം. പിന്നെ പറയണത് എന്താണ്, ഇവിടെ സ്ട്രൈറ്റഡ് അപ്പിയറൻസ് ഇല്ല, അതുകൊണ്ട് എന്താണ് സ്മൂത്ത് മസിൽസ് ആണ്. പിന്നെ ഇവരെന്തല്ല, വോളണ്ടറി കൺട്രോൾ അല്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെന്തും പറയാം, ഇൻവോളണ്ടറി മസിൽ എന്നും പറയാം. ഇനി നെക്സ്റ്റ് മസിലാണ് കാർഡിയാക് മസിൽ. ഏറ്റവും ലാസ്റ്റത്തെ തേർഡ് മസിലാണ് കാർഡിയാക് മസിൽ. ദ കാർഡിയാക് മസിൽസ് ആർ മസിൽസ് ഓഫ് ദി ഹാർട്ട്. നമ്മളെ ഹാർട്ടിൽ ഉണ്ടാവുന്ന മസിൽസിന് പറയുന്ന പേരാണ് കാർഡിയാക് മസിൽ. ആ പേരിൽ തന്നെ ഉണ്ടാവും കാർഡിയാക്. അപ്പൊ ഹാർട്ടിൽ ഉണ്ടാവുന്ന മസിലാണ് കാർഡിയാക് മസിൽ. ബേസ്ഡ് ഓൺ ദ അപ്പിയറൻസ് കാർഡിയാക് മസിൽസ് ആർ സ്ട്രൈറ്റഡ്. ഇതും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ കാർഡിയാക് മസിലിനാണ് എന്താണ്, സ്ട്രൈറ്റഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കാണാം. They are involuntary in nature, has the nervous system and does not control their activities directly. ഇവരും എന്ത് തന്നെയാണ്, നെർവസ് സിസ്റ്റത്തിന്റെ ഇൻവോളണ്ടറി കൺട്രോൾ ആണ്, ഇൻവോളണ്ടറി ഇൻ നേച്ചർ ആണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഹാർട്ടിന്റെ മസിൽസിനൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ എന്തും പറയാം, ഇൻവോളണ്ടറി മസിൽ എന്നും പറയാം. ആണ് 3 ടൈപ്സ് ഓഫ് മസിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. സ്കെൽറ്റൽ മസിൽ ഉണ്ടായിരുന്നു, വിസറൽ മസിൽസ് ഉണ്ടായിരുന്നു, കാർഡിയാക് മസിൽസ് ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് വെച്ചാല് നമുക്ക് സ്കെൽറ്റൽ മസിൽസ് ആണ് എടുക്കുന്നത്. അതിന്റെ സ്ട്രക്ചേഴ്സ് പറയാം. അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിൽ എങ്ങനെയായിരുന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ സ്കെൽറ്റൽ മസിൽസ് ഈസ് മേഡ് അപ്പ് ഓഫ് മസിൽ ബണ്ടിൽ ഓർ ഫെസിക്കൽ. നമ്മൾ സ്കെൽറ്റൽ മസിൽസ് എങ്ങനെ ഉണ്ടാക്കിയുള്ളതെന്ന് വെച്ചാല് ഒരു മസിൽസിന്റെ ബണ്ടിൽസ് പോലെ, അല്ലെങ്കിൽ അതിനെ ഫെസിക്കൽ എന്നും പറയാം, അതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക നമ്മൾ മസിൽസ്, ഒരു ബണ്ടില് പോലെ. ബൈ ദ കണക്റ്റീവ് ടിഷ്യൂ ലെയർ കോൾഡ് ഫേഷ്യ. നമ്മൾ ഈ ബണ്ടിൽസ് പറഞ്ഞത് കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ മസിൽ എന്ന് പറയുമ്പോൾ ഒരു ബണ്ടിൽ പോലെ എന്നാണ്. അപ്പൊ ആ ബണ്ടിലിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഇതിന് പറയുന്ന പേരാണ് ഫേഷ്യ. ഇൻസൈഡ് ദ ഫിസിക്കൽ പ്രസന്റ് ദ മസിൽ ഫൈബർ. അപ്പൊ ഈ ഫിസിക്കലിന്റെ ഉള്ളിലാണ് ആരുണ്ടാവുക, മസിൽ ഫൈബേഴ്സ് ഉണ്ടാവുക. അപ്പൊ ഒരു വയർ ഇങ്ങനെ കുട്ടി പിടിച്ച പോലെ, അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തായിരിക്കും, മസിൽ ഫൈബേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ചുറ്റും കണക്റ്റീവ് ടിഷ്യൂസ് അതിനെ ഹോൾഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും, ഈ മസിൽ ഫൈബേഴ്സിനെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഫേഷ്യ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാല് മയോഫിബ്രിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് ഫിലമെന്റ്സ് ഇൻ ദ സാക്രോപ്ലാസം ഓഫ് ദി മസിൽ ഫൈബർ. സാക്രോപ്ലാസം എന്നാണെന്ന് വെച്ചാല് നമ്മൾ സെല്ലിൽ സൈറ്റോപ്ലാസം എന്ന് അറിയില്ല, അതേപോലെ തന്നെയാണ് മസിലിൽ അതിന്റെ മസിലിന്റെ സൈറ്റോപ്ലാസത്തിനാണ് നമ്മൾ എന്താ പറയാ, സാക്രോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോ ഈ മയോഫിബ്രിലാണ് ഇതിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്നൊക്കെ പറയില്ല, അതേപോലെയാണ്. അപ്പൊ ഈ മയോഫിബ്രിൽസ് കുറെ വെച്ചിട്ടാണ് എന്തുണ്ടാക്കിണ്ടാവുക, ഈ സ്കെൽറ്റൽ മസിൽസ് ഉണ്ടാക്കിണ്ടാവുക. അപ്പൊ ഈ മയോഫിബ്രിൽസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ഫിലമെന്റിന്റെ ഫോമിലാണ് ഈ സാക്രോപ്ലാസത്തിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സ്ട്രക്ചർ. സ്കെൽറ്റൽ മസിൽസിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, മസിൽ ബണ്ടിൽ നിന്നാണിത്, സ്കെൽറ്റൽ മസിൽ നിന്നാണ് എന്താണ്, മസിൽ ബണ്ടിൽ പോലെയാണ് ഉണ്ടാക്കിണ്ടാവുക. അതിന് മസിൽ ബണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഫെസിക്കൽ എന്നും പറയാം. പിന്നെ ഫെസിക്കൽസ് എങ്ങനെയാണ്, കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടാന്ന് പറഞ്ഞ് അതിന് നമുക്ക് ഫേഷ്യ എന്നും പറയാം. പിന്നെ ഈ ഫെസിക്കലിന്റെ ഉള്ളിൽ എന്താണുള്ളത്, മസിൽസിന്റെ ഫൈബേഴ്സ് ആണുള്ളത്. അതിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്ത്, മയോഫിബ്രിൽ. ഈ മയോഫിബ്രിൽ എന്ത്, ഫിലമെന്റിന്റെ പോലെയാണ് നിൽക്കുന്നുണ്ടാവുക. എവിടെ, സാക്രോപ്ലാസം ഓഫ് ദി മസിൽ. മസിൽ ഫൈബേഴ്സിന്റെ സാക്രോപ്ലാസത്തിലായിരിക്കും ഇവര് കാണുന്നുണ്ടാവുക. നെക്സ്റ്റ് ഇതിന് മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് ആണ് പറയുന്നത്. ദ ലൈറ്റ് ബാൻഡ്. നമുക്ക് ഇപ്പൊ മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, അങ്ങനെ ഓരോ ബാൻഡ് പോലെയാണ് നമുക്ക് കാണുന്നുണ്ടാവുക. The light band of the myofibril contain actin and dark band contain myosin. നമുക്ക് മസിൽസിൽ 2 പ്രോട്ടീൻസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക.
ആക്ടിൻ മയോസിൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. ഇനി ആക്ടിൻ വെച്ചിട്ടുണ്ടാക്കിയ പ്രോട്ടീൻ വെച്ച് ആക്ടിൻ എന്നുള്ള പ്രോട്ടീൻ വെച്ചിട്ടുണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ ആ മയോഫിബ്രിൽ എങ്ങനെയും കാണാണ്ടാവുക ലൈറ്റ് ആയിട്ടുള്ള ബാൻഡ് പോലെ ഉണ്ടാവുക. ഇനി ഡാർക്ക് കളർ ആയിട്ടുള്ള ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് പ്രോട്ടീൻ ഉണ്ടാവുക മയോസിൻ ആയിരിക്കും ഉണ്ടാവുക. ഇൻ ദ സെന്റർ ഓഫ് ദി ആക്ടിൻ ലൈസ് എ ഇലാസ്റ്റിക് ഫൈബർ കോൾഡ് സെഡ് ലൈൻ ആൻഡ് എം ലൈൻ ഇൻ ദ മയോസിൻ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ടിനാന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ആക്ടിൻ ഉണ്ടായിരിക്കും, ഇവിടെ ആക്ടിൻ ഉണ്ടായിരിക്കും, ഇവിടെ ആക്ടിൻ ഉണ്ടായിരിക്കും. അപ്പൊ ആക്ടിൻ എന്തുണ്ടായിരുന്നു ലൈറ്റ് ആയിട്ടുള്ള ബാൻഡ്. ഇനി നമ്മൾ മയോസിൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സോറി ഇപ്പൊ ഈ റെഡ് ആണ് ആക്ടിൻ എന്ന് വിചാരിക്കാം, മീൻസ് ലൈറ്റ് ബാൻഡ്. ഈ ഗ്രീൻ ഏതാണ് മയോസിൻ വെച്ചിട്ടുണ്ടാക്കിയിരുന്ന ഡാർക്ക് ബാൻഡ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് കളറായിട്ട് കൊടുക്കാം, കുറച്ച് ഡാർക്കായിട്ട് തിക്കായിട്ട് വരക്കാം. ഇപ്പൊ ഇതാണ് മയോസിൻ എന്ന് വിചാരിക്കാം. അപ്പൊ റെഡ് ആക്ടിനും ഗ്രീന് മയോസിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെയാണ് ബാൻഡ് ഉണ്ടാവുക, ഡാർക്ക് കളറ് ലൈറ്റ് കളർ അങ്ങനെ. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും ഇതിന്റെ രണ്ട് സെന്ററില് ഇപ്പോ ആക്ടിന്റെ സെന്റർ ഇപ്പൊ ഗ്രീൻ ആയിട്ട് വരച്ച്, ഇനി മയോസിന്റെ നമുക്ക് റെഡ് ആയിട്ടും വരച്ച് വിചാരിച്ചു. അപ്പൊ കറക്റ്റ് സെന്ററിലാക്കിയിട്ട് വരക്കാം. ഓക്കെ, ഇതിൽ എന്താ വെച്ചാല് ദി സെന്റർ ഓഫ് ദി ആക്ടിൻ മീൻസ് ഈ റെഡിന്റെ ലൈറ്റ് ബാൻഡിന്റെ സെന്ററിൽ നമുക്ക് ഒരു ലൈൻ വരക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ സെഡ് ലൈൻ എന്ന് പറയാം. ഇനി മയോസിൻ ഈ ഗ്രീനിന്റെ കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മയോസിൻ വിചാരിക്കുക. ആ മയോസിനിൽ എന്തുണ്ടായിരിക്കും സെന്ററിൽ കൂടെ ലൈൻ പോകുന്നുണ്ടായിരിക്കും, അതിനെയാണ് എം ലൈൻ എന്നാണത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് മസിൽസിനെ മൈക്രോസ്കോപ്പി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ് എന്നുള്ള രീതിക്കാണ് നമുക്ക് കാണാവുക. ആ മൈക്രോസ്കോപ്പി കണ്ടാൽ തന്നെ അറിയാം ഡാർക്കും ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാവുക. ഇതേപോലെ കളർ ആയിരിക്കില്ല. അപ്പോ നമ്മള് ലൈറ്റ് ബാൻഡും ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞില്ലേ, ലൈറ്റ് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആക്ടിൻ വെച്ചിട്ടുണ്ടാക്കിയതായിരിക്കും, ഡാർക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ മയോസിൻ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ ഈ രണ്ടിന്റെ നമുക്ക് സെൻട്രൽ ലൈൻ പറയാം. ആക്ടിന്റെ സെൻട്രൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം സെഡ് ലൈൻ എന്ന് പറയാം. എം ലൈൻ ആണെന്നുണ്ടെങ്കിൽ മയോസിന്റെ, അങ്ങനെ രണ്ട് സെൻട്രൽ ലൈൻ ആണ് പറയണത്. ഇനി ദ പോർഷൻ ഓഫ് ദി മയോഫിബ്രിൽ ബിറ്റ്വീൻ ദ ടു സെഡ് ലൈൻ ഇസ് കോൾഡ് സാക്രോമിയർ. നമ്മൾ സെഡ് ലൈൻ എന്ന് പറഞ്ഞില്ലേ നടുഭാഗമാണ് എന്ത് സെഡ് ലൈൻ. ഈ രണ്ട് സെഡ് ലൈൻ ഇപ്പൊ ഗ്രീനിന്റെ നടുവിൽ വരച്ചില്ലേ, അതെയാണ് നമ്മൾ എന്താ പറയാ സാക്രോമിയർ എന്നാണ്. അപ്പൊ ഒരു സെഡ് മുതല് ഈ ഒരു സെഡ് വരെ, ഇപ്പൊ ഇതായിരുന്നു സെഡ്, ഒരു സെഡ്, ഇതാണ് നെക്സ്റ്റ് സെഡ്. ഈ സെഡ് മുതൽ ഇത് വരെയുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്താ പറയാ സാക്രോമിയർ എന്ന് പറയുന്നത്. ഇനി ദ മിഡിൽ പാർട്ട് ഓഫ് ദി മയോസിൻ ഈസ് നോട്ട് ഓവർലാപ്ഡ് ബൈ ദ ആക്ടിൻ ഫിലമെന്റ് ഈസ് കോൾഡ് എച്ച് സോൺ. ഇനി നമ്മൾ മിഡിൽ പാർട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് കൂട്ടി വരച്ചിട്ടുണ്ടായിരുന്നു, ആക്ടിനും ഇതും കൂട്ടി വരച്ചിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ അത് അവരെന്ത് ചെയ്യില്ല, നമ്മൾ ഇതിൽ കൂട്ടി വരച്ച പോലെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കില്ല കാണുന്നുണ്ടാവുക. അപ്പോ അതിനെ ഓവർലാപ്പ് ചെയ്യണില്ല എന്നാണ് പറയണത്. ഓക്കെ, മൈക്രോസ്കോപ്പിൽ എന്തായിരുന്നു രണ്ട് ബാൻഡ് ആയിട്ടാണ് കാണുന്നുണ്ടാവുക, ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു സെഡ് ലൈൻ എം ലൈൻ എന്താന്ന് പറഞ്ഞു, ആക്ടിന്റെ നടുഭാഗമാണ് സെഡ് ലൈന്, മയോസിന്റെ സെൻട്രൽ ലൈനെയാണ് നമ്മൾ എം ലൈൻ എന്നാണത്. പിന്നെ രണ്ട് സെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് സെഡ് ലൈനിന്റെ ഇടയിലുള്ള ആ ഭാഗത്തിന് പറയണം ആ മയോഫിബ്രിലിനെ പറയണ പേരാണത് സാക്രോമിയർ. പിന്നെ മിഡിൽ പാർട്ട് ഈ ആക്ടിനും മയോസിനും എന്ത് ചെയ്യുന്നില്ല പറയണ്ടേ ഓവർലാപ്പ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ വരച്ച പിക്ചറാണ് ഇതിലുണ്ടായിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ നടുവിൽ ആരുണ്ട് എ ബാൻഡ് ഉണ്ട്, നമ്മളെ ആക്ടിന്റെ ആണ് എ ബാൻഡ് ഇതാണത് ആക്ടിൻ വെച്ചിട്ടുണ്ടാക്കുന്നത്. പിന്നെ മയോസിൻ ഉണ്ട് അതിന്റെ ഇടയിൽ കണ്ടില്ലേ സെഡ് ലൈൻ വരച്ചിരിക്കണേ. പിന്നെ എച്ച് സോൺ ആണിത്, രണ്ട് ആക്ടിന്റെ ഇടയിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എച്ച് സോണായി നമ്മൾ നേരത്തെ അതിൽ പറഞ്ഞിട്ടില്ല, വേണമെന്നില്ല സെഡ് ലൈൻ പറഞ്ഞ്. പിന്നെ ഇതിന്റെ ഇപ്പുറത്തെ സാക്രോമിയർ രണ്ട് സെഡ് ലൈൻ ഈ ഡാർക്ക് കളറിൽ കാണില്ലേ, ഇതാണ് സെഡ് ലൈന് ഇവിടെ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് സാക്രോമിയർ എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് അപ്പൊ ഇങ്ങനെയാണ് ഇത് കളേർഡ് അല്ല, മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് കാണാം. ഓക്കെ, നെക്സ്റ്റ്
ഇനി നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസിൽസിൽ എന്തുണ്ട്, രണ്ട് പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനെയാണ് നമ്മൾ കോൺട്രാക്റ്റിൽ പ്രോട്ടീൻ എന്നാണ്. മീൻസ് നമ്മൾ മസിൽസ് കോൺട്രാക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് നടക്കാനും എല്ലാ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മൂവ്മെന്റ് മീൻസ് മൂവ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസിൽസ് കോൺട്രാക്ഷൻ നടക്കണം, റിലാക്സേഷൻ നടക്കണം. ഇപ്പൊ നമ്മൾ മസിൽസ് കോൺട്രാക്ട് ചെയ്യാൻ നമുക്ക് രണ്ട് പ്രോട്ടീൻസ് ആണ് നമ്മുടെ മസിൽസിൽ ഉള്ളത്. ഒന്ന് ആക്റ്റിനും ഒന്ന് മയോസിനും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. ഇനി നമ്മൾ ആക്റ്റിൻ എന്താ മയോസിൻ എന്താന്നാ നോക്കണം. ആക്റ്റിൻ എന്ന് എന്താ വെച്ചാൽ ഒരു തിൻ ഫിലമെന്റ് ആണ്. ഈച്ച് ആക്റ്റിൻ ഫിലമെന്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 പ്രോട്ടീൻ നെയിംലി എഫ് ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ. നമ്മൾ ആക്റ്റിൻ എന്താ വെച്ചാൽ ഒരു തിൻ ആയിട്ടുള്ള ഫിലമെന്റ് ആണ്. ഈ ആക്റ്റിൻ ആണത് ഓൾറെഡി എന്താണ്, ആക്റ്റിൻ എന്ന് ഒരു പ്രോട്ടീൻ ആണ്. ഇത് 3 പ്രോട്ടീൻ വെച്ചിട്ടാണ് ഈ ആക്റ്റിൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഏതൊക്കെ പ്രോട്ടീൻ ആണ്? എഫ് ആക്റ്റിന്, ട്രോപ്പോമയോസിന്, ട്രോപ്പോണിൻ. ഇനി ഈ 3 പ്രോട്ടീൻസ് വെച്ചിട്ടായിരിക്കും ഈ ആക്റ്റിൻ എന്നുള്ള പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. The two actins are helically wounded to each other, and two filament of the tropomyosin also close to F actin along their length. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ 3 പ്രോട്ടീൻസ് പറഞ്ഞില്ലേ, 2 എഫ് ആക്റ്റിൻ. ഇപ്പൊ 2 എഫ് ആക്റ്റിന് നമ്മളൊരു മാല പിരിച്ച എങ്ങനെ ഉണ്ടായിരിക്കും, അതേപോലെ ആയിരിക്കും. ഇതിൽ പിക്ചർ ഉണ്ടല്ലോ, മാല പോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാവും കിടക്കുന്നുണ്ടാവുക. ഹെലിക്കലി നമ്മള് DNA മോഡൽ എന്നൊക്കെ അറിയില്ല, അതേപോലെ ഇങ്ങനെ എന്തായിരിക്കും ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക 2 എഫ് ആക്റ്റിന്. എന്നിട്ട് അതിമ എന്തുണ്ടായിരിക്കും, 2 ഫിലമെന്റ് ഓഫ് ട്രോപ്പോമയോസിൻ. മീൻസ് എഫ് ആക്റ്റിൻ ഇങ്ങനെ തിരിച്ചതിന്റെ മേലക്കോടെ തന്നെ ആരുണ്ടായിരിക്കും, ട്രോപ്പോമയോസിൻ ഇങ്ങനെ ഫിലമെന്റ് ചുറ്റി വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ അങ്ങനെ ചുറ്റിയിട്ടുള്ള ഒരു മോഡലായിരിക്കും എന്തുണ്ടാവുക, ഈ എഫ് ആക്റ്റിനും അതുപോലെ തന്നെ ട്രോപ്പോമയോസിനും ഉണ്ടാവുക. ഇങ്ങനെ ഒരു മാല ഇങ്ങനെ ചുരുട്ടിയ പോലെ. ഇനി ട്രോപ്പോണിൻ എന്താണെന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. ഈസ് പ്രസന്റ് അറ്റ് ദ റെഗുലർ ഇന്റർവെൽ ഓഫ് ദ ട്രോപ്പോമയോസിൻ. നമ്മൾ പറഞ്ഞ് 2 എഫ് ആക്റ്റിനും അതുപോലെ തന്നെ 2 ട്രോപ്പോമയോസിനും ചുറ്റിയിട്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക ഒരേ ലെങ്തില്. ഈ ട്രോപ്പോമയോസിന്റെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ റെഗുലർ ഇന്റർവെല്ലിലായിരിക്കും ആര് നിൽക്കുന്നുണ്ടാവുക, ട്രോപ്പോണിൻ നിൽക്കുന്നുണ്ടായിരിക്കുക. ട്രോപ്പോമയോസിന്റെ മേലെയാണ് ആരുണ്ടാവുക, ട്രോപ്പോണിൻ ഉണ്ടാവുക. ഇത്രയേ ഉള്ള ആക്റ്റിന്. ആക്റ്റിൻ എന്താണെന്ന് വെച്ചാൽ ഒരു തിന്നായിട്ടുള്ള ഒരു ഫിലമെന്റ് ആണ്. നമ്മൾ 3 പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക പറഞ്ഞ്, എഫ് ആക്റ്റിനും ട്രോപ്പോമയോസിനും ട്രോപ്പോണിനും. ഈ ട്രോപ്പോമയോസിനും അതുപോലെ തന്നെ എഫ് ആക്റ്റിനും എന്താണെന്ന് വെച്ചാല് നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ടാവും കിടക്കുന്നുണ്ടാവുക, ഒരേ ലെങ്ത്തിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാവും കിടക്കുന്നുണ്ടാവുക. പിന്നെ ഈ ട്രോപ്പോമയോസിൻ പറഞ്ഞില്ലേ, അതിന്റെ മേലെ റെഗുലർ ഇന്റർവെല്ലായിരിക്കും ആര് കിടക്കുന്നുണ്ടാവുക, ട്രോപ്പോണിൻ കിടക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് എന്താ വെച്ചാല് മയോസിൻ. മയോസിൻ എന്താണെന്ന് വെച്ചാല് മയോസിൻ ഈസ് എ പോളിമർ ഓഫ് ദി മോണോമറിക് പ്രോട്ടീൻ കോൾഡ് മീറോമയോസിൻ. മയോസിൻ എന്താണെന്ന് വെച്ചാല് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാല് മീറോമയോസിൻ ഇല്ലേ, മീറോമയോസിന്റെ ഒരു മോണോമറിക് പോളിമർ. മീൻസ് മീറോമയോസിൻ കുറെ വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിട്ടുണ്ടാവുക, മയോസിൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇറ്റ് ഹാസ് 2 ഇമ്പോർട്ടന്റ് പാർട്സ്. ഇതിൽ 2 ഇമ്പോർട്ടന്റ് പാർട്സ് ആണുള്ളത്. എന്ന് വെച്ചാൽ ഒന്ന് ഗ്ലോബുലാർ ഹെഡ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഷോർട്ട് ആമും ഒരു ടെയിലും ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് ഫിഗർ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മയോസിൻ ആണത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഇവിടെ ഒരു ഹെഡ് ഉണ്ടായിരിക്കും, ഇവിടെ അതിനെന്തുണ്ടായിരിക്കും ഒരു ഷോർട്ട് ആം, ഇതൊരു ടെയിൽ ഉണ്ടായിരിക്കും, ഒരു ഷോർട്ട് ആമും ഉണ്ടായിരിക്കും. അങ്ങനെ ഇതിലെ ഒരു പിക്ചറിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ ആക്റ്റിൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാല പോലെ ഇപ്പൊ ഇങ്ങനെ ഒരു പിക്ചർ അയക്കാം. ഇങ്ങനെ മാല പോലെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ DNA ഇത് പറഞ്ഞില്ല, അതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരക്കാം. ട്രോപ്പോമയോസിനും എഫ് ആക്റ്റിനും. പിന്നെ ഇതിന്റെ ഓരോ റെഗുലർ ഇന്റർവെല്ലിലായിരിക്കും ആരുണ്ടാവുക, ട്രോപ്പോമയോസിന്റെ മേലെയാണ് ട്രോപ്പോണിൻ ഉണ്ടാവുക. ഇങ്ങനെ റെഗുലർ ഇന്റർവെല്ല്. ഇങ്ങനെയാണ് ആക്റ്റിന്റെ പിക്ചർ ഉണ്ടാവുക. ഇങ്ങനെയാണ് ആരുതുണ്ടാവുക, മയോസിന്. ഒരു ഇങ്ങനത്തെ പിക്ചറാണ് മയോസിൻ. ഇതാണ് ആക്റ്റിൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഗ്ലോബുലാർ ഹെഡ് ഉണ്ട്, ഷോർട്ട് ആമും പിന്നെ ടെയിലും ഉണ്ടെന്ന്. ഗ്ലോബുലാർ ഹെഡ് ഫംഗ്ഷൻ ഹാസ് ദ ATPase enzyme and has binding site for the ATP and active site of the actin. ഈ ഹെഡിൽ എന്താ വെച്ചാൽ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു എൻസൈം ഉണ്ട്, ATPase എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ആർക്ക്, മയോസിന്റെ ഹെഡില്. ഈ മയോസിന്റെ ഈ ഹെഡ് വെച്ചിട്ടായിരിക്കും ആരായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക, ആക്റ്റിനേറ്റ് ബൈൻഡ് ചെയ്യണ്ടാവുക. അപ്പൊ ഈ ആക്റ്റിനും മയോസിനും കൂടിയിട്ട് ബൈൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ എന്തുണ്ടാവുക, മസിലിന് കോൺട്രാക്ഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ പറഞ്ഞു മസിൽസിൽ എന്തുണ്ടെന്ന് 2 കോൺട്രാക്റ്റിൽ പ്രോട്ടീൻ ആണ്. കോൺട്രാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് 2 പ്രോട്ടീൻ ആണുള്ളത്, ആക്റ്റിൻ ഉണ്ട്, മയോസിൻ ഉണ്ട്. ആക്റ്റിൻ എന്തായിരുന്നു 3 പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയാ പറഞ്ഞ്, എഫ് ആക്റ്റിന്, ട്രോപ്പോമയോസിന്, ട്രോപ്പോണിന്. പിന്നെ നമ്മള് അതിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. ഏതൊക്കെയാ, ട്രോപ്പോമയോസിനും എഫ് ആക്റ്റിനും തമ്മിൽ ഹെലിക്കലി വൂണ്ട് ചെയ്തിട്ടായിരിക്കും വൂണ്ട് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതിന്റെ മേലെ റെഗുലർ ഇന്റർവെല്ല് ട്രോപ്പോമയോസിന്റെ മേലെയാണ് ആരുണ്ടാവുക, ട്രോപ്പോണിൻ ഉണ്ടാവുക. ഇതാണ് ആക്റ്റിന്റെ സ്ട്രക്ചർ. ഈ മയോസിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെന്തായിരുന്നു ഒരു ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്, ഒരു ആമുണ്ട്, ഒരു ഷോർട്ട് ആമും ഹെഡും ടെയിലാണ് ഉണ്ടാവുക. ഇതിന്റെ ഹെഡിലായിരുന്നു ഒരു എൻസൈം ഉണ്ടായിരുന്നത്, ATPase എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ടാവുക.
പിന്നെ ഈ മയോസിന് ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി ആക്ടിനേറ്റ് പോയി ബൈൻഡ് ചെയ്യണം. അത് ഇതിന്റെ ഹെഡ് വെച്ചിട്ടാണ് ബൈൻഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ മസിൽസിനെ കോൺട്രാക്ഷൻ, ഇപ്പൊ 2 പ്രോട്ടീൻ പറഞ്ഞില്ലേ, ഇനി എങ്ങനെ മസിൽ കോൺട്രാക്ട് ചെയ്യണമെന്നാ പറയുന്നത്. ദ മെക്കാനിസം ഓഫ് ദി മസിൽ കോൺട്രാക്ഷൻ എങ്ങനെയാണെന്ന്. ദ മെക്കാനിസം ഓഫ് ദി മസിൽ കോൺട്രാക്ഷൻ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. നമ്മൾ മസിലിന്റെ കോൺട്രാക്ഷൻ എങ്ങനെ കാണിക്കണമെന്ന് വെച്ചാല് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് വെച്ചാല് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്ന് പറഞ്ഞ ഒരു തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. When the neural signals reaches the neuromuscular junction, നമുക്കറിയാം ന്യൂറോമസ്കുലർ ജംഗ്ഷൻ NMJ ആണ് എന്താണ്, നമ്മളെ 2 മസിൽസിന്റെ അല്ലെങ്കിൽ മസിൽസിന്റെ ന്യൂറോന്റെ അല്ലെങ്കിൽ 2 ന്യൂറോന്റെ ഇടയിലുള്ള ജംഗ്ഷന് പറയുന്ന പേരാണ് എന്ത്, ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഇപ്പൊ നമ്മള് ന്യൂറൽ സിഗ്നൽസ് അല്ലെങ്കിൽ ഇമ്പൾസ് ഒക്കെ ഈ NMJ അല്ലെങ്കിൽ ന്യൂറോമസ്കുലർ ജംഗ്ഷനിലേക്ക് റീച്ച് ചെയ്തെന്ന് വിചാരിക്കാം. ഇറ്റ് റിലീസസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. നമുക്ക് അറിയാവുന്നതാണ് NMJ ആണ് എന്താണ്, നമ്മള് ഈ NMJക്ക് ന്യൂറോമസ്കുലർ ജംഗ്ഷനിലേക്ക് വല്ല സിഗ്നൽസ് എത്തിയെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അസറ്റിക്കോലൈനൊക്കെ എന്തുണ്ടായിരിക്കും, റിലീസ് ചെയ്യണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ആൻഡ് വിച്ച് ജനറേറ്റ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ സാക്രോലെമ്മ. നമ്മൾ മറ്റൊരു സാക്രോപ്ലാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെയ്യുന്ന മസിൽസിന്റെ സൈറ്റോപ്ലാസം ഉണ്ടായിരുന്നില്ലേ, അതേപോലെ സാക്രോലെമ്മ എന്ന് പറഞ്ഞെന്ന് വെച്ചാല് നമ്മളെ സെല്ലിന്റെ സെൽ മെംബ്രെയിൻ ഇല്ലേ, അതേപോലെ മസിൽസിന്റെ സെൽ മെംബ്രെയിനെ പറയുന്ന പേരാണെന്ത്, സാക്രോലെമ്മ. അപ്പൊ നമ്മള് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ വല്ല സിഗ്നൽ എത്തിയെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യണം. എന്നിട്ട് സാക്രോലെമ്മ, ഇപ്പൊ നമ്മള് ന്യൂറോ മസ്കുലറിന്റെ ഒരു ഫിഗർ വരച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഇതാണ് NMJ വിചാരിക്കാം. ഇതെന്തായിരിക്കും, ഇതാണ് നെർവിന്റെ മെംബ്രെയിന്, ഇതെന്തായിരിക്കും മസിലിന്റെ മെംബ്രെയിന്. അപ്പൊ ഇവിടെ എന്തുണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞ് വല്ല ഇമ്പൾസ് വന്നെന്നുണ്ടെങ്കിൽ, ഇവിടേക്ക് ഇമ്പൾസ് വന്നെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായിരിക്കും. എന്നിട്ട് അത് ഇങ്ങണ്ട് ഈ ദിമക്ക് റിലീസ് ചെയ്യണം. അപ്പൊ ഇവിടെ അടിയിലായിരിക്കണത് മസിൽസ് അല്ലേ, അപ്പൊ മസിൽസിന്റെ അടുത്തേക്ക് എത്തിയെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ NMJയുടെ ജസ്റ്റ് ഫിഗർ ആയിരുന്നു കാണിച്ചത്. എന്താണെന്ന് വെച്ചാല് നമ്മള് ഇമ്പൾസ് വന്നെന്നുണ്ടെങ്കിൽ, ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്ക് ഇമ്പൾസ് വന്നെന്നുണ്ടെങ്കിൽ ആ നെർവിന്റെ അടുത്ത് ആരുണ്ടായിരുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ എങ്ങോട്ട് പോയിട്ട് റിലീസ് ചെയ്യണം, ഈ അടിയിൽ വരച്ച മസിൽസിന്റെ സെൽ മെംബ്രെയിനിലേക്ക് വരുന്നത്, അതെന്ന് വെച്ചാൽ സാക്രോലെമ്മയ്ക്ക് വരുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ. The action potential spread through the muscles fibers and causes the releasing of the calcium ions from the sacroplasmic reticulum of the sacroplasm. ഇനി നമ്മൾ അങ്ങനെ മസിൽ എങ്ങനെ കോൺട്രാക്ട് ചെയ്യണം എന്നല്ല പറഞ്ഞേ. അപ്പൊ എന്തായിരുന്നു, ആദ്യം ഇമ്പൾസ് വന്നെന്നുണ്ടെങ്കിൽ എന്താണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യണേ. എന്നിട്ട് അവർ എന്ത് വന്ന് മസിൽ ഫൈബേഴ്സിന്റെ സാക്രോലെമ്മയ്ക്ക് വന്ന്, ഇങ്ങനെ സാക്രോലെമ്മയ്ക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ചെയ്ത് വിചാരിച്ചോ. അപ്പൊ നമ്മൾ മസിൽസിന്റെ ഉള്ളിൽ ആരുണ്ടായിരിക്കും, സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതൊക്കെ ശരിക്കും സെല്ലിന്റെ പോലെ തന്നെ, നമ്മൾ സെൽസിൽ മറ്റേ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറയില്ലേ, അതേപോലെ തന്നെ മസിൽസിൽ ആരുണ്ട്, സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഈ സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഒരുപാട് എന്തുണ്ട്, കാൽസ്യത്തിന്റെ അയൺസ് ഉണ്ട്. അപ്പൊ ഈ ഇമ്പൾസ് ഇവിടേക്ക് എത്തിയെന്ന് വിചാരിച്ചോ, എന്ത് മസിൽസ്മക്ക് അല്ല ഇപ്പൊ എത്തിണ്ടായിരുന്നത്. അപ്പൊ ഈ മസിൽമക്ക് ഇമ്പൾസ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തിയെന്നുണ്ടെങ്കിൽ ഈ സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് റിലീസ് ചെയ്യണേ, കാൽസ്യം റിലീസ് ചെയ്യണേ. എവിടേക്ക്, സാക്രോപ്ലാസത്തേക്ക്, അതിന്റെ സൈറ്റോപ്ലാസം എന്ന് അറിയില്ലേ, മസിൽസിന്റെ സാക്രോപ്ലാസത്തേക്ക് കാൽസ്യം റിലീസ് ചെയ്യണം. ഇനി റിലീസ് ചെയ്ത് എന്താണ്ടാന്ന് വെച്ചാല് the calcium ions bind to the subunit of the troponin of the actin filament and thereby remove the masking of the active site of the myosin. ഈ കാൽസ്യം എന്തിനായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യണത്, നമ്മൾ മയോസിൻ അല്ല, ആക്ടിനിൽ 3 പ്രോട്ടീൻ പറഞ്ഞില്ലേ, അതിലത്തെ ഒരു പ്രോട്ടീൻ ആയിരുന്നു ആര്, ട്രോപ്പോണിന്. അപ്പൊ ഈ കാൽസ്യം പോയിട്ട് ഈ സാക്രോപ്ലാസത്തേക്ക് കാൽസ്യം റിലീസ് ചെയ്താൽ ഈ കാൽസ്യം ആരുടെ അടുത്തേക്ക് പോകണം, ട്രോപ്പോണിന്റെ അടുത്തേക്ക് പോകണം. ഈ ട്രോപ്പോണിന്റെ അടുത്തേക്ക് പോയിട്ട് ആരെ നമ്മൾ പറഞ്ഞിരുന്നു, ട്രോപ്പോണിൻ ആരെ മേലെ നിൽക്കുന്നുണ്ടാവാ, ട്രോപ്പോമയോസിന്റെ അല്ലേ, ഈ ട്രോപ്പോമയോസിന് ഈ മയോസിൻ പോയിട്ട് ബൈൻഡ് ഉണ്ടാവുക. അപ്പൊ ഈ ബൈൻഡ് ചെയ്യാള് ഇതിന്ന് ഒരു മാസ്ക് ചെയ്തിട്ടാവും കിടക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മള് ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതായിരുന്നു മയോസിന്, ഇങ്ങനെ മയോസിൻ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഹെഡ് വരക്കാം. ഇത് ഹെഡ്, ഇതാണ് മയോസിന്റെ ഹെഡ്. ഇതിന്റെ ഹെഡിനേറ്റ് ആര്, ഈ ആക്ടിന്റെ ആറിറ്റായിട്ടും പോയി ബൈൻഡ് ചെയ്തിട്ടുണ്ടാവാ, ഇതിനേറ്റ് ട്രോപ്പോമയോസിനേറ്റ്. ഇപ്പൊ ഈ ട്രോപ്പോമയോസിന്റെ മേലെ ആരുണ്ട്, ട്രോപ്പോണിൻ ഉണ്ട്. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഇതെന്താ സംഭവിച്ചാല് കാൽസ്യം പോയിട്ട് ബൈൻഡ് ചെയ്താല് കാൽസ്യം ട്രോപ്പോണേറ്റ് ആണ് ബൈൻഡ് ചെയ്യുണ്ടാവുക. ഈ ട്രോപ്പോണേറ്റ് ബൈൻഡ് ചെയ്ത് എന്താ ഉണ്ടാവുക വെച്ചാല് മയോസിൻ എന്തുണ്ടായിക്കില്ല, അതിന്റെ ആക്റ്റീവ് സൈറ്റിനേറ്റ് പോയിട്ട് മാസ്ക് ചെയ്തിട്ടാവും എടുക്കുന്നുണ്ടാവുക ആര്, ട്രോപ്പോമയോസിന്. അപ്പൊ അതിനെ ട്രോപ്പോണേറ്റ് പോയിട്ട് ബൈൻഡ് ചെയ്ത് എന്താ വെച്ചാൽ ആ മാസ്കിനെ എടുത്ത് വലിച്ചു ഊരുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, മെക്കാനിസം എന്നാണ് എന്താ നമ്മൾ പറഞ്ഞേ, സ്ലൈഡിങ് ഫിലമെന്റ് തിയറി വെച്ചിട്ടാണ്. നമുക്ക് തിയറി എന്താന്ന് പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി.
സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി വെച്ചിട്ടാണ് നമ്മൾ മസിൽസിന്റെ കോൺട്രാക്ഷൻ പഠിക്കുന്നത്. അപ്പൊ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ NMJക്ക് നമ്മള് നെർവിന്റെ ഇമ്പൾസ് വന്നെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സിഗ്നൽ കിട്ടി, ന്യൂറലിന്റെ സിഗ്നൽ കിട്ടിയെന്നുണ്ടെങ്കിൽ അപ്പൊ ആര് പ്രൊഡ്യൂസ് ചെയ്യണം? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യണം. എന്നിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്തിട്ട് അവർ എവിടേക്ക് പോയിണ്ടായിരിക്കും? അടിയിലുള്ള മസിൽസിന്റെ മെംബ്രെയിനേക്ക് എന്ന് വെച്ചാൽ സാക്രോ ലെമ്മയ്ക്ക് പോകണം. സാക്രോ ലെമ്മയ്ക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തിയെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തത്തിൽ മസിൽ ഫൈബേഴ്സിൽ മൊത്തം എന്താണ് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുക. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ചെയ്താല് നമ്മളെ കാൽസ്യം സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് സാക്രോപ്ലാസത്തേക്ക് റിലീസ് ചെയ്യണം. ആണ് കാൽസ്യം അയോൺസ് ആയിട്ട് പോയി ബൈൻഡ് ചെയ്യണം? ട്രോപ്പോണിനേറ്റ്, ആക്റ്റീവ് ഫിലമെന്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്റ്റീവ് ഫിലമെന്റിൽ 3 പ്രോട്ടീൻ, അതിലത്തെ ഒരു പ്രോട്ടീൻ ട്രോപ്പോണിനേറ്റ് പോയിട്ട് ബൈൻഡ് ചെയ്യണം. അങ്ങനെ ദെർബൈ റിമൂവ് ദ മാസ്കിംഗ് ഓഫ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി മയോസിൻ. മയോസിന്റെ എന്തുണ്ടായിരിക്കും? ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടായിരിക്കും. അതിനെ പോയിട്ട് മാസ്കിനെ നമ്മൾ പറഞ്ഞില്ലേ മാസ്ക് ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അപ്പൊ അതിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. എന്നിട്ട് ഇനി എന്താ ഉണ്ടാവുക വെച്ചാല് നമ്മളിപ്പോ മയോസിന്റെ ഹെഡ് എന്തായി? മാസ്ക് ചെയ്തിട്ടുള്ളത് ഊരിയല്ലേ? മയോസിൻ ഹെഡ് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി ആക്ടിങ് ടു ഫോം ദ ക്രോസ് ബ്രിഡ്ജ്. ക്രോസ് ബ്രിഡ്ജ് എന്ന് വെച്ചാല് ഇതിപ്പോ മുത്ത് പോലെ ആയിരിക്കും ഉണ്ടാവുക ആക്ടിന്. പിന്നെ ഇവിടെ ആരുണ്ടായിരിക്കും? മയോസിൻ ഉണ്ടായിരിക്കും. മയോസിൻ എങ്ങനെയാ വെച്ചാല് ഹെഡ് ഇങ്ങനെ ഉണ്ടാവും. ഈ ഹെഡ് പോയിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗമല്ലേ, ഇതിനെ നമ്മൾ ക്രോസ് ബ്രിഡ്ജ് എന്ന് പറയാം. എന്ന് വെച്ചാല് മയോസിൻ ആക്ടിനേറ്റ് പോയിട്ട് ബൈൻഡ് ചെയ്യുക. ഇതിന് എന്ത് വെച്ചിട്ടാന്ന് പറയാ? ഒരു ക്രോസ് ബ്രിഡ്ജ്, ഒരു ബ്രിഡ്ജ് പോലെ, അതിനെയാണ് ക്രോസ് ബ്രിഡ്ജ് എന്ന് പറയാം. അപ്പൊ മയോസിന്റെ ഹെഡ് എന്തുണ്ടാണ്? ആക്റ്റീവ് സൈറ്റ് ഓഫ്, ഇപ്പൊ ഇതിന് ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക? ആക്ടിന്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയാം. അപ്പൊ ഇതൊരു മയോസിൻ ആണെന്നുണ്ടെങ്കിൽ ആക്ടിന്റെ ആക്റ്റീവ് സൈറ്റിനേറ്റ് പോയിട്ട് ആര് ബൈൻഡ് ചെയ്യണേ? മയോസിൻ ബൈൻഡ് ചെയ്യണ പറയാം. അങ്ങനെ യൂട്ടിലൈസ് ദ എനർജി ഫ്രം ദ ഹൈഡ്രോളിസിസ് ഓഫ് ദി ATP. ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ATPനെ ഹൈഡ്രോളൈസ് ചെയ്ത് നമുക്കൊരു എനർജി കിട്ടൂലേ, ആ എനർജി വെച്ചിട്ടായിരിക്കും ഇവരിങ്ങനെ ബൈൻഡ് ചെയ്യുന്നുണ്ടാവുക. ദിസ് പുൾ ദ ആക്ടിങ് ഫിലമെന്റ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി A ബാൻഡ്. നമ്മൾ കുറെ ബാൻഡ് പറഞ്ഞില്ലേ, A ബാൻഡ്, I ബാൻഡ് എന്നൊക്കെ. അപ്പൊ ഈ A ബാൻഡിന്റെ അടുത്തേക്ക് ഇങ്ങനെ ആക്ടിനെ പുള്ള് ചെയ്യണം വിചാരിക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതന്നെ ഇതിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ടാവും. ഇപ്പൊ മയോസിനെ ഇങ്ങനെ ആക്കണേ, അപ്പോഴത്തേന് ആക്ടിനെ നീങ്ങിയിട്ട് ഇങ്ങണ്ടാവണ്, മീൻസ് ബാക്കിലേക്ക് ഇങ്ങനെ നീക്കി നീക്കി ആക്ടിനെ അങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നുണ്ടാവുക. As a result, the Z line limiting the sacromere are pulled closer together and causing the shortening of the sacromere, that is contraction of the muscle. അപ്പൊ ഇത്രേ പറയണുള്ളൂ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനില്ല. ജസ്റ്റ് എന്താന്ന് മസിൽ എങ്ങനെ കോൺട്രാക്ട് ചെയ്യണമെന്ന് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാല് ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പൊ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാനല്ല, റെസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മയോസിനും ആക്റ്റിനും എന്ന് പറയുമ്പോൾ എന്തല്ല ബൈൻഡ് ചെയ്തിട്ടല്ല ഉണ്ടാവുക. നമ്മൾ മസിൽസ് കോൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്റ്റിനും മയോസിനും തമ്മിൽ എന്ത് വേണം? ബൈൻഡിങ് നടക്കണം. ശരിക്കും റിലാക്സ് ആയിട്ട് നമ്മൾ ബോഡി റിലാക്സ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടും എന്ത് ചെയ്യില്ല, ബൈൻഡ് ചെയ്തിട്ടല്ല കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ആക്റ്റിന്റെ മേലെ ആര് പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും? ബൈൻഡ് ചെയ്യാന്നല്ല, കവർ ചെയ്തിട്ട് ഒരു മാസ്ക് പോലെ കവർ ചെയ്തിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ആര്? ട്രോപ്പോമയോസിന്. അപ്പൊ മയോസിന്റെ ഹെഡ് വെച്ചിട്ടല്ലേ ഈ ആക്റ്റിനെ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ മയോസിന്റെ ഹെഡും ആര് പോയിട്ട് മാസ്ക് പോലെ നിൽക്കുന്നുണ്ടാവും? ട്രോപ്പോമയോസിൻ നിൽക്കുന്നുണ്ടാവും. ഒരു ആക്റ്റിന്റെ പ്രോട്ടീനാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത്. അപ്പൊ റിലാക്സ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ അങ്ങനെ ഉണ്ടാവുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസിൽ കോൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നെർവ് നിന്ന് ഇങ്ങനെ സിഗ്നൽ വരണം, മസിൽ കോൺട്രാക്ട് ചെയ്യണം എന്നുള്ള ഒരു സിഗ്നൽ വരണം. അപ്പൊ മസിൽ കോൺട്രാക്ട് ചെയ്യണം എന്നുള്ള ഒരു സിഗ്നല് നമ്മള് നെർവിൽ നിന്ന് വന്നിട്ട് ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷന് ആ NMJക്ക് എത്തിയെന്ന് വിചാരിച്ചോ. ആ NMJക്ക് എത്തിയെന്നുണ്ടെങ്കിൽ ആ അവിടെ ഉണ്ടാവണ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്തിട്ട് ആരമ്മ പോയി ബൈൻഡ് ചെയ്ത്? മസിലിന്റെ മെംബ്രെയിൻ എന്ന് വെച്ചാൽ സാക്രോലെമ്മ പോയിട്ട് ആര് വന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ മസിൽസിൽ മൊത്തം സ്പ്രെഡ് ചെയ്യാണ് ചെയ്യണത്. അങ്ങനെ മസിൽസിലെ ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ആയെന്നുണ്ടെങ്കിൽ മസിൽസിന്റെ ഉള്ളിൽ ആരുണ്ട്? മറ്റേ സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഈ സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഒരുപാട് കാൽസ്യം അയോൺസ് ഉണ്ട്. അപ്പൊ ഈ കാൽസ്യം അയോൺസ് എന്ത് ചെയ്യണ്ടാവണം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാൽസ്യം അയോൺസ് എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം സാക്രോപ്ലാസത്തേക്ക്. പിന്നെ ഈ കാൽസ്യം അയോൺസ് റിലീസ് ചെയ്തില്ലേ, ആ കാൽസ്യം പോയിട്ട് ആരെയാണ് പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടാവുക? ഈ ട്രോപ്പോണിനേറ്റ് ആവും ബൈൻഡ് ചെയ്യുന്നുണ്ടാവുക. ഈ കാൽസ്യം ആരായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യണേ? ട്രോപ്പോണിനേറ്റ് പോയി ബൈൻഡ് ചെയ്യണം. ഈ ട്രോപ്പോണിനെ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഈ മയോസിൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലാക്സ്ഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ മാസ്ക് ചെയ്തിട്ടാ കിടക്കണ പറഞ്ഞില്ലേ. അപ്പൊ ഈ ട്രോപ്പോണിൻ പോയിട്ട് ആരെ പോയിട്ട് വലിക്കണ? ഈ മാസ്കിനെ പോയിട്ട് വലിച്ചു കൊണ്ടുപോവാണ്. അപ്പൊ പിന്നെ അവിടെ ആക്റ്റീവ് സൈറ്റ് മാസ്ക് ചെയ്തിട്ടാണോ കിടക്കണത്? അല്ല. കാരണം എന്തായി? ഈ മാസ്ക് വലിച്ചു ഊരിപ്പോയി. ഇനി നമുക്ക് എന്താ വെച്ചാല് അത്രയും പറഞ്ഞു കഴിഞ്ഞാല് ഇനി എന്താ
ഇവിടുത്തെ മയോസിൻ എന്തല്ല മാസ്ക് ചെയ്തിട്ടല്ല കിടക്കണം. അപ്പൊ അതിന് പോയിട്ട് ആക്ടിനേറ്റ് പോയി ബൈൻഡ് ചെയ്യുക. അപ്പൊ മയോസിൻ എന്ത് ചെയ്യണേ, ഇങ്ങനെ മാസ്ക് ഇല്ലാത്ത കാരണം ആക്ടിന്റെ ആക്റ്റീവ് സൈറ്റിനേറ്റ് പോയിട്ട് ബൈൻഡ് ചെയ്യണം. പിന്നെ നേരത്തെ ഞാൻ ഫോട്ടോ വരച്ചില്ലേ, ഇങ്ങനെ ആ തലമ പോയിട്ട് ആ ഒട്ടിക്കണ ആ ഒരു ഭാഗത്തിന് നമ്മൾ എന്താ പറയണേ, ക്രോസ് ബ്രിഡ്ജിങ് എന്നാണിത്. ഒരു ബ്രിഡ്ജ് പോലെ കണക്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ മസിൽ കോൺട്രാക്ട് ചെയ്യണേ നമുക്കറിയാം ഒരു എനർജി വേണ്ട. ഈ എനർജി എവിടുന്ന കിട്ടണേ, നമ്മൾ ATP എന്ത് ചെയ്യുക, ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് നമുക്ക് മസിൽ കോൺട്രാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ സാധനം ആവാനുള്ള ബൈൻഡ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മയോസിൻ എന്താ ചെയ്യണേ, ആക്ടിങ് ഫിലമെന്റിന്റെ ഇങ്ങനെ പുള്ളി ചെയ്യാണ് ചെയ്യുക. പുള്ളി ചെയ്തിട്ട് മസിൽസിന് ഇങ്ങനെ നീങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടാവും, കോൺട്രാക്ട് ചെയ്ത് വരില്ലേ. പിന്നെ പുള്ളി ചെയ്യുമ്പോൾ ആക്ടിനെ പുള്ളി ചെയ്യുമ്പോൾ നമ്മൾ മസിൽസ് കോൺട്രാക്ട് ചെയ്യണം. ഈ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണേ, നമ്മൾ നേരത്തെ ഈ ഫിഗർ വരച്ചില്ലേ, അപ്പൊ ഇതിൽ Z ലൈൻ പറഞ്ഞില്ലേ, ഇതിൽ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ ചുരുങ്ങി വരും. മസിൽസ് കോൺട്രാക്ട് ചെയ്യാൻ നമുക്ക് അറിയണല്ലേ, എന്താ മസിൽസ് ഇങ്ങനെ ചുരുങ്ങി വരുന്നേ. ഈ മസിൽസ് ഇങ്ങനെ ചുരുങ്ങി വന്ന എന്താ ഉണ്ടാവുക, ഈ രണ്ട് Z ലൈൻ എന്ത് ചെയ്യുന്ന അടുത്തേക്ക്, മീൻസ് ഈ രണ്ട് Z ലൈൻ ഇല്ലേ, അതിങ്ങനെ മസിൽസ് ഇങ്ങനെ ചുരുങ്ങി വന്നാൽ ഇപ്പൊ ഈ Z ലൈൻ ഇവിടെ ആവും, ഒരു Z ലൈൻ ഇവിടെ ആവും അല്ലെ. നമ്മളെ മസിൽസ് ചുരുങ്ങാൻ പറയണ അതല്ലേ. അപ്പൊ ഈ പിക്ചറും ചുരുങ്ങൂല്ലേ. അപ്പൊ Z ലൈൻ എന്തായി, അടുത്തേക്ക് വന്നെന്നാണ് പറയണത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ ലോക്കോമോഷനാ പറഞ്ഞേ. മീൻസ് പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പാർട്ട് 2 നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒന്ന് സമ്മറി നോക്കാം. നമ്മൾ ആദ്യം ലോക്കോമോഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാ മൂവ്മെന്റ്, നമുക്ക് അറിയണ മൂവ്മെന്റ് എന്താന്ന്. അപ്പൊ ഈ മൂവ്മെന്റ് വെച്ചിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ സ്ഥലം മാറാം, അതിനെയാണ് ലോക്കോമോഷൻ ആണ്. നമുക്ക് എക്സാമ്പിൾ വെച്ചാൽ മനസ്സിലാവും. വാക്കിങ്ങോ റണ്ണിങ്ങോ, നമ്മള് വാക്ക് ചെയ്യുമ്പോൾ നിന്നോടത്ത് തന്നെയാണ് നിൽക്കണേ അല്ലല്ലോ, കുറച്ച് നീങ്ങിയില്ലേ. അപ്പൊ അവിടുത്തെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത്, മൂവ്മെന്റ് കാരണം ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത്, അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയണത്, ലോക്കോമോഷൻ ആയത്. പിന്നെ നമ്മള് 3 ടൈപ്പ് മൂവ്മെന്റ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു, അമീബോയിഡ് മൂവ്മെന്റ്, സീലിയറി മൂവ്മെന്റ്, മസ്കുലർ മൂവ്മെന്റ്. ഇതിൽ മസ്കുലർ മൂവ്മെന്റ് നമുക്ക് വേഗം മനസ്സിലാവും, കാരണം നമ്മളെ മൂവ്മെന്റ് ആണ്. മീൻസ് ലിംബ്, ജോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സീലിയറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രക്കിയയുടെ കാര്യം പറയാം. ട്രക്കിയയിൽ സീലിയറി മസിൽ, സീലിയറി മൂവ്മെന്റ് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താ, സീലിയ വെച്ചിട്ടുണ്ടാവണ മൂവ്മെന്റ് ആണ്. സീലിയ നമുക്ക് അറിയണല്ലേ, ഒരു സ്ട്രക്ചർ ആണ്. നമ്മുടെ സെല്ലിൽ നിന്നും ചുറ്റുണ്ടാവണ ഒരു ഹെയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് സീലിയ. അപ്പൊ അത് വെച്ചിട്ടുള്ള മൂവ്മെന്റ്. നമ്മൾ ആ മൂവ്മെന്റ് 3 ടൈപ്സ് പറഞ്ഞതിന് ശേഷം മസിൽസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. മസിലിനെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മസിൽസിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്, എക്സൈറ്റബിലിറ്റി, കോൺട്രാക്ടിബിലിറ്റി അങ്ങനെയൊക്കെ. പിന്നെ 3 ടൈപ്പ് മസിൽസ് പറഞ്ഞു. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ മസിൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ലൊക്കേഷൻ വെച്ചിട്ട് അവരെവിടെ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ, സ്കെൽറ്റല്, വിസറല്, കാർഡിയാക്, അങ്ങനെ 3 മസിൽസ്. ഇപ്പൊ സ്കെൽറ്റൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കെൽറ്റൽ ആ പേരിൽ തന്നെ ഉണ്ട്, സ്കെൽറ്റൻ എന്ന് വെച്ചാൽ നമ്മളെ സ്കെൽറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ബോണിനേറ്റ് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന മസിൽസ് ആണ് സ്കെൽറ്റൽ മസിൽസ്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ, സ്ട്രൈറ്റഡ് ആണ്, മീൻസ് സ്ട്രേഷൻസ് കാണാം. പിന്നെ ഈ സ്കെൽറ്റൽ മസിൽസ് എന്താണ്, വോളണ്ടറി കൺട്രോൾ വെച്ചിട്ട് നീങ്ങണതാണ്, അങ്ങനൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് വിസറൽ. വിസറൽ എന്ന് പറഞ്ഞാൽ വിസറ മീൻസ് നമ്മളെ ഉള്ളിലത്തെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസ്, ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസ് വെച്ചിട്ട്, എലിമെന്ററി കനാൽ, റിപ്രൊഡക്റ്റീവ് ട്രാക്ട് അതൊക്കെ വെച്ചിട്ട്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാ, സ്ട്രയേഷൻസ് കാണുന്നുണ്ടാവില്ല, അതുകൊണ്ട് സ്മൂത്ത് മസിൽസ്, അങ്ങനെ അതിന്റെ പ്രോപ്പർട്ടീസ് വായിച്ചോ. നെക്സ്റ്റ് കാർഡിയാക് മസിൽ. ആ പേരിൽ രണ്ട് പറഞ്ഞ എന്താണ്, ഹാർട്ടിൽ ഉണ്ടാവുന്ന മസിൽസ് ആണ് കാർഡിയാക്. ഇവിടെയും സ്ട്രയേഷൻസ് ഒന്നും അല്ല, സ്ട്രയേഷൻസ് കാണാം. നെക്സ്റ്റ് നമ്മൾ സ്കെൽറ്റൽ മസിൽസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സ്കെൽറ്റൽ മസിൽസ് എന്ന്, എന്താണ് ബണ്ടിൽസ് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ചുറ്റും കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട് പറഞ്ഞു. പിന്നെ മയോഫിബ്രിൽ എന്താന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഈ സ്കെൽറ്റൽ മസിൽസിന്റെ തന്നെ മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് ആണ് പറഞ്ഞത്. ഈ പിക്ചർ വെച്ചാൽ മനസ്സിലാവും എന്താണ്, 2 ബാൻഡ് ഉണ്ട്, ലൈറ്റ് ബാൻഡും ഉണ്ട്, ഡാർക്ക് ബാൻഡ് ഉണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ഈ ലൈറ്റ് ബാൻഡ് എന്ന് പറയുമ്പോൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിണ്ടാവുക, ആക്റ്റിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിണ്ടാവുക. പിന്നെ അടുത്തത് ഏതാണ്, മയോസിൻ വെച്ചിട്ടാണെങ്കിൽ ഡാർക്ക് ബാൻഡ്. അപ്പൊ ആക്റ്റിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ഒരു തരം മൈക്രോസ്കോപ്പിൽ നോക്കണമെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു എക്സറയുടെ പിക്ചർ പോലെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല ഡാർക്ക് പോലത്തെ ഒരു കളർ ഉണ്ടാവില്ലേ, അതാണ് മയോസിന്. പിന്നെ ലൈറ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആക്റ്റിന്, അങ്ങനെ. പിന്നെ അതിന്റെ 2 മിഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാക്രോമിയർ എന്താണ്, 2 Z ലൈനിന്റെ ഇടയിലുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോയിൽ നോക്കിയ 2 Z ലൈൻ, 2 ബ്ലാക്ക് ലൈൻ കാണില്ല, അതിന്റെ ഇടയിലുള്ളതാണ് സാക്രോമിയർ, അതും പറഞ്ഞു. ഇനി ഈ മസിൽസിന്റെ കോൺട്രാക്ഷൻ ആയിരുന്നു നമുക്ക് വേണ്ടിയത്. മസിൽ കോൺട്രാക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പ്രോട്ടീൻ ആയിരുന്നു. ഏതൊക്കെയാണ്, ആക്റ്റിൻ ഉണ്ട്, മയോസിൻ ഉണ്ട്. ആക്റ്റിൻ എന്താന്ന് പറഞ്ഞു, ആക്റ്റിൻ എന്താ, 3 പ്രോട്ടീൻ ഉണ്ട്. മെയിൻ ആണ് ആക്റ്റിനുള്ള 3 പ്രോട്ടീൻസ് ഏതൊക്കെയാണ്, എഫ് ആക്റ്റിന്, ട്രോപ്പോമയോസിന്, ട്രോപ്പോണിൻ, ഇങ്ങനെ 3 പ്രോട്ടീൻസ് ആണ് ഉണ്ടാവുക. പിന്നെ ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളും അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ മാലയുടെ മുത്ത് എന്നൊക്കെ ഓർക്കാം. നെക്സ്റ്റ് മയോസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മയോസിൻ എന്ന് എന്താണ്, ഇങ്ങനെ ഒരു തലയുടെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്, 2 ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്. സോറി, 2 ഹെഡ് അല്ല, ഹെഡ്, ടെയിൽ, ഒരു ഷോർട്ട് ആം ആയിട്ടുള്ളതാണ് ഉണ്ടാവുക.
പിന്നെ ഈ ഹെഡിൽ എന്തുണ്ടായിരുന്നു ഒരു എൻസൈം ഉണ്ടായിരുന്നു. ആ എൻസൈം ആണ് ATPase എൻസൈം. പിന്നെ ഈ ഹെഡ് പോയിട്ടാണ് ആരായിട്ട് പോയി ബൈൻഡ് ചെയ്യുക? ആക്ടിന്റെ ആക്റ്റീവ് സൈറ്റിനേറ്റ്. ഇനിയിപ്പോ നമ്മള് ലാസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? നമ്മള് മസിൽസ് എങ്ങനെ കോൺട്രാക്ട് ചെയ്യണതായിരുന്നു. ഇത്ര കാര്യം മനസ്സിലാക്കിയാൽ മതി. മസിൽസ് കോൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്റ്റിനും മയോസിനും എന്ത് ചെയ്യണം? ബൈൻഡ് ചെയ്യണം. അങ്ങനെ ബൈൻഡിങ് നടന്നാലാണ് നമുക്ക് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നീക്കാൻ പറ്റുണ്ടാവുള്ളൂ, കോൺട്രാക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ ആക്റ്റിനും മയോസിനും പോയിട്ട് മീൻസ് ആ ബൈൻഡിങ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മയോസിന്റെ മേലെ ആരുണ്ട്? മാസ്ക് ഉണ്ട് വിചാരിക്കുക. ആ മാസ്ക് ഊരണമെന്നുണ്ടെങ്കിൽ ആര് വരണം? നമ്മൾ ഈ ന്യൂറോമസ്കുലർ ജംഗ്ഷനിലേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തി. ആക്ഷൻ പൊട്ടൻഷ്യൽ മസിൽസിന്റെ ഈ സാക്രോലെമ്മയ്ക്ക് എത്തി. സാക്രോലെമ്മയിൽ മൊത്തത്തിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ചെയ്താല് ആര് റിലീസ് ചെയ്യണേ? കാൽസ്യം റിലീസ് ചെയ്യണേ. എവിടുന്ന്? സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്ന്. എന്നിട്ട് സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്ന് കാൽസ്യം റിലീസ് ചെയ്യുമ്പോൾ ഈ റിലീസ് ചെയ്ത കാൽസ്യം ആരെ പോയിട്ട് ബൈൻഡ് ചെയ്യണേ? ട്രോപ്പോണിനേറ്റ് ബൈൻഡ് ചെയ്യണം. ഈ ട്രോപ്പോണിനാണ് എന്ത് ചെയ്യണത്? മയോസിന്റെ മാസ്കിനെ വലിച്ചൂരുന്നത്. അപ്പൊ വലിച്ചൂരിയാ പിന്നെ അവിടെ എന്തായി? സുഖമായി. ആക്ടിനേറ്റ് പോയിട്ട് എന്ത് ചെയ്യാ? ബൈൻഡ് ചെയ്യുക. ആക്റ്റീവ് സൈറ്റിനേറ്റ് ബൈൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ആക്ടിനും മയോസിനും തമ്മിൽ ബൈൻഡ് ആണെന്നില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്തായി? മസിൽ കോൺട്രാക്റ്റഡ് ആയി. താങ്ക് യു. ഇത്രേ ഉള്ളൂ. ഹലോ.